പറയാനില്ല, തകർത്തിട്ടുണ്ട്. കൊള്ള അടിപൊളി കോമ്പോ, ഇതിൽ കിട്ടാത്തൊരു സാധനം. സൂപ്പർ എൻട്രി ആയിട്ട് നടന്നിരുന്നു. ഓ കത്തിച്ച് ഏതാ സാധനം. മോഹൻലാൽ ലാസ്റ്റ് ക്ലൈമാക്സിലായിരുന്നു വരുന്നത്, അടിപൊളിയായിരുന്നു. ഇനി പറഞ്ഞ സ്പോയിലർ ആയി പോവും, അതുകൊണ്ട് നിർത്തുന്നു. ആ രണ്ടുപേരുടെയും ഒരു കോംബോ നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിനും അപ്പുറമായിട്ട് ഫാൻസിനെ ത്രസിപ്പിക്കുന്ന ഒരു മൂവി എന്ന് തന്നെ പറയാം. എന്തായാലും ഫാമിലി ഓഡിയൻസിനും പറ്റിയ മൂവിയാണ്. കാരണം ഫാമിലി ഇമോഷൻസ്, കുടുംബ ബന്ധങ്ങളുടെ ആ ഒരു അടുപ്പം എല്ലാം കാണിക്കുന്നുണ്ട്. അതായത് ആക്ഷൻ ത്രില്ലർ മാത്രമല്ല മൂവി. അതുകൊണ്ട് എല്ലാ കാറ്റഗറിയിലുള്ള ആളുകൾക്കും ഇഷ്ടപ്പെടും. മോഹൻലാൽ ലാസ്റ്റ് ക്ലൈമാക്സിലായിരുന്നു വരുന്നത്, അടിപൊളിയായിരുന്നു. ഇനി പറഞ്ഞ സ്പോയിലർ ആയി പോവും, അതുകൊണ്ട് നിർത്തുന്നു. രാജുവിൻ്റെ ആക്ഷൻ, പിന്നെ ലാലേട്ടനും രാജേട്ടനും തമ്മിലുള്ളൊരു കോംബോ, പിന്നെ പടം ഫുള്ള് ഔട്ട് ആൻഡ് ഔട്ട് ഒരു മാസ് കൊമേഴ്ഷ്യൽ സാധനം തന്നെയാണ്. ഇറങ്ങിയപ്പോ കുറച്ച് കളിയാക്കലൊക്കെ വന്നെങ്കിലും അത് ഈ പടത്തോടെ തീരും എന്തായാലും. ഓ നൈസാണ്, കിഡിലാണ് അടിച്ചത്. ഈ ഓണം തൂക്കോ? പിന്നെ തൂക്കി. അപ്പം ബദലേം കുടുംബയൂട്ടൊക്കെ വരുന്നുണ്ട്. രണ്ടും നല്ല പടവും. എല്ലാരും ആദ്യം ഖലീഫാണ്, എന്നിട്ട് എല്ലാം കാണാം. ഓണക്കാഴ്ച തന്നെ വന്നിരിക്കുന്നു. എന്തായാലും പറഞ്ഞ കണ്ണഞ്ചിപ്പിച്ച് കളഞ്ഞ്. ഇത് ഗോൾഡിൻ്റെ ഒരു കഥ പറയുകയാണെങ്കിലും ഒരു വെറൈറ്റി കഥയായിരുന്നു. പിന്നെ പൃഥ്വിരാജിൻ്റെ പറഞ്ഞ ഒന്നും ഒരു രക്ഷയില്ല. കാരണം പൃഥ്വിരാജിൻ്റെ കോസ്റ്റ്യൂം, പിന്നെ ആക്ഷൻസ് അടിപൊളി, DOP അടിപൊളി, പിന്നെ മ്യൂസിക്. ഇതിൽ ഓരോരുത്തരും പേര് നമ്മൾ അത്രയ്ക്കും സ്വർണ്ണ ലിപികളിൽ എഴുതിപ്പെടും. കാരണം അത്രയ്ക്കും ത്രില്ലായിട്ടൊരു പടം. മലയാളികൾക്ക് ഉത്സവമായിട്ട് ആഘോഷിക്കാൻ പറ്റിയ കേരളീയർ, അതായത് ഒരു ദേശീയ ഉത്സവമായി ഈ ഓണത്തിന് നല്ലൊരു ഉൾക്കാഴ്ച നമുക്ക് തന്നു. ടോവിനോ വന്നിട്ട് ഒരു രക്ഷയില്ല. അല്ല ഞാനതെ മമ്മൂക്കിൻ്റെ അത് വരുമെന്ന് സത്യം പറഞ്ഞ് വിചാരിച്ചു ഒരു സീനെങ്കിലും. പക്ഷേ അതിന് പകരം ടോവിനോ വന്ന് ഞെട്ടിച്ച് കളഞ്ഞ്. എന്താ പറയുന്നത്, നമുക്ക് ആളുകൾക്ക് രോമാഞ്ചം വന്നൊരു ഇതായിപ്പോയി. നല്ലൊരു എഫക്റ്റുള്ള തിയേറ്ററിൽ കാണണമെങ്കിൽ ആളുകൾക്ക് ഇത് 2-3 പ്രാവശ്യം കണ്ടു. അത്രയ്ക്ക് ബോറടിപ്പിക്കാത്തൊരു സിനിമ. ലാലേട്ടൻ്റെ ക്യാമിയ റോള് സൂപ്പർ. നമ്മ രജനീകാന്തിൻ്റെ ഒപ്പം വന്ന അതേ റോളിൽ അതിനേലും വ്യത്യസ്തമായിട്ട് ഇതിൽ ലാലേട്ടൻ വന്ന് മലയാളികളെ കണ്ണഞ്ചിപ്പിച്ചു. പഴയ തലമുറയും പുതിയ തലമുറയും മലയാളികളെ ഞെട്ടിച്ച് കളഞ്ഞ്, പ്രത്യേകിച്ച് നമ്മുടെ വൈശാഖ സാർ. ഒന്നും പറയാനില്ല, തകർത്തിട്ടുണ്ട്. കൊള്ള അടിപൊളി കോമ്പോ, ഇതിൽ കിട്ടാത്തൊരു സാധനം. സൂപ്പർ എൻട്രി ആയിട്ട് നടന്നിരുന്നു. ഓ ടോവിനോ കത്തിച്ച് ഏതാ സാധനം. ടോവിനോയൊക്കെ ക്യാമിയ തകർത്ത്. എന്നാ ചോദ്യാ പിന്നെ അല്ലാണ്ട് ആരാ ഏത് സീൻ കാണി? ഞാൻ സീൻ